സ്വാഗതം. ഇന്നത്തെ ഈ വിശകലനത്തില് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ രസകരമായൊരു പുസ്തകമാണ്. 1997 പുറത്തിറങ്ങിയ ഇന്നത്തെ ആധുനിക ഡിജിറ്റൽ ലോകത്തെ കൃത്യമായി പ്രവചിച്ചൊരു പുസ്തകം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, സ്മാർട്ട് ഫോണുകളും ക്രിപ്റ്റോ കറൻസികളുമൊക്കെ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ അതിരുകളില്ലാത്തൊരു ഡിജിറ്റൽ ലോകത്തെക്കുറിച്ചൊരാൾ പറയുന്നത് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടില്ലേ? അതെ, അത്തരമൊരു പ്രവചനമാണ് ഈ പുസ്തകം നടത്തുന്നത്. പുസ്തകത്തിന്റെ പേര് ഇതാണ്, ദി സോവറൻ ഇൻഡിവിജ്വൽ. ഇന്നത്തെ കാലത്തെ റിമോട്ട് വർക്ക്, ഗിഗ് ഇക്കോണമി, അധികാരത്തിന്റെ വികേന്ദ്രീകരണം, ഇതിനെയെല്ലാം കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപേ വളരെ കൃത്യമായി പ്രവചിച്ച വിവാദപരവും എന്നാൽ അങ്ങേയറ്റം ദീർഘവീക്ഷണവുമുള്ള ഒരു ഗ്രന്ഥമാണത്. അപ്പോ ഈ പുസ്തകത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്: വിവരസാങ്കേതിക വിപ്ലവം, അക്രമത്തിന്റെ യുക്തി, പരമാധികാരമുള്ള വ്യക്തി, സൈബർ സമ്പദ്വ്യവസ്ഥ, പിന്നെ രാഷ്ട്രങ്ങളുടെ അന്ത്യം. പരമ്പരാഗത ഭരണ സംവിധാനങ്ങൾ തകരുമെന്ന് ഇവരെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യമായി വിവരസാങ്കേതിക വിപ്ലവം അഥവാ ഇൻഫർമേഷൻ റെവല്യൂഷൻ. മനുഷ്യരാശിയുടെ ചരിത്രമെടുത്തു നോക്കിയാൽ നമ്മൾ ഇതുവരെ പ്രധാനമായും 3 സാമ്പത്തിക ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയതെന്ന് ഈ പുസ്തകം പറയുന്നു. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തികച്ചും പുതിയതായ 4ാമത്തെ ഘട്ടത്തിലാണ്. അതാണ് ഇൻഫർമേഷൻ സൊസൈറ്റി അഥവാ വിവരസാങ്കേതിക സമൂഹം. അടുത്തത് അക്രമത്തിന്റെ യുക്തി അഥവാ ദ ലോജിക് ഓഫ് വയലൻസ്. ഈ ഇൻഫർമേഷൻ സൊസൈറ്റി ലോകത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? ഇതിനുള്ള ഉത്തരം അവർ കണ്ടെത്തുന്നത് മെഗാപൊളിറ്റിക്സ് എന്നൊരു ആശയത്തിലൂടെയാണ്. ലളിതമായി പറഞ്ഞാൽ, ആരാണോ അധികാരത്തെയും അക്രമങ്ങളെയും ഏറ്റവും ഫലപ്രദമായി സംഘടിപ്പിക്കുന്നത്, അവരായിരിക്കും സമൂഹത്തിന്റെ വിഭവങ്ങളെ നിയന്ത്രിക്കുന്നതെന്നാണ് ഈ സിദ്ധാന്തം വ്യക്തമാക്കുന്നത്. വ്യാവസായിക യുഗത്തിൽ വലിയ സൈന്യങ്ങൾക്കും കൂട്ടായ അക്രമങ്ങൾക്കും വലിയ നേട്ടങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ആധുനിക രാഷ്ട്രങ്ങൾ തന്നെ ഉണ്ടായത്. എന്നാൽ വിവരസാങ്കേതിക യുഗത്തിൽ കാര്യങ്ങൾ മാറിമറിയുകയാണ്. വികേന്ദ്രീകൃതമായ, അതായത് ഡീസെൻട്രലൈസ്ഡ് ആയ സാങ്കേതിക വിദ്യ വന്നതോടെ അത്തരം വലിയ സൈന്യങ്ങൾക്ക് ലഭിച്ചിരുന്ന നേട്ടം കുത്തനെ ഇടിയുകയാണ്. ഇനി 3ാമത്തെ കാര്യം, അതാണ് ദി സോവറിൻ ഇൻഡിവിജ്വൽ അഥവാ പരമാധികാരമുള്ള വ്യക്തി. നോക്കൂ, 1997 ലോകത്തെ ഏറ്റവും ഉയർന്ന 15% ആളുകളുടെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് ഏകദേശം $21,000 ആയിരുന്നു. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ സമ്പത്ത് ആഗോളതലത്തിൽ മത്സരം ശക്തമാകുമ്പോൾ പതുക്കെ ഇല്ലാതാകുമെന്ന് ഗ്രന്ഥകർത്താക്കൾ അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പുതിയ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നവരെയാണ് അവർ സോവറിൻ ഇൻഡിവിജ്വൽസ് എന്ന് വിളിക്കുന്നത്. അവർ രാജ്യങ്ങളുടെ അതിർത്തികൾക്ക് പുറത്താണ് പ്രവർത്തിക്കുന്നത്. വംശമോ പ്രായമോ ശാരീരിക രൂപമോ ഒന്നും അവിടെ ഒരു വിഷയമല്ല. അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തപ്പെടുന്ന തികച്ചും സ്വതന്ത്രരായ വ്യക്തികളായിരിക്കും ഇവർ. 97 വന്ന ഒരു പുസ്തകത്തിൽ നിന്നുള്ളതാണെങ്കിലും ഇതൊന്ന് കേട്ടുനോക്കൂ. ഈ വ്യക്തികൾ അവരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഡിജിറ്റൽ സേവകരെ ഉപയോഗിക്കുമെന്ന് അവർ അന്ന് തന്നെ പ്രവചിച്ചു. സത്യത്തിൽ ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് അവർ അന്നേ സൂചിപ്പിച്ചത്. എത്ര ആശ്ചര്യകരമാണല്ലേ? 4ാമതായി സൈബർ സമ്പദ്വ്യവസ്ഥയുടെ കുതം. അപ്പോൾ എവിടെയാണ് ഈ അതിരുകളില്ലാത്ത ബിസിനസ് നടക്കുന്നത്? അവർ പറയുന്നതനുസരിച്ച് ഇന്റർനെറ്റ് വെറും ഒരു ലളിതമായ കാറ്റലോഗ് ആയിട്ടാണ് ആരംഭിക്കുന്നെങ്കിലും പിന്നീടത് സർക്കാരുകൾക്ക് ടാക്സ് ഈടാക്കാൻ കഴിയാത്ത പൂർണ്ണമായും എൻക്രിപ്റ്റ് ചെയ്ത ഡിജിറ്റൽ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു യഥാർത്ഥ സൈബർ കൊമേഴ്സായി മാറുമെന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സൈബർ സ്പേസിനെ അവരൊരു സമ്പൂർണ്ണ ഓഫ്ഷോർ ലോകമായിട്ടാണ് കാണുന്നത്. പരമ്പരാഗത നികുതി പിരിവുകാരുടെ കൈകൾക്കെത്താൻ കഴിയാത്തത്ര അകലെ ആർക്കും സമ്പത്ത് സൃഷ്ടിക്കാനും സൂക്ഷിക്കാനും കഴിയുന്ന തികച്ചും സ്വതന്ത്രമായ ഒരു പുതിയ ഡിജിറ്റൽ ലോകം. അവസാനമായി 5ാമത്തെ വിഷയം, രാഷ്ട്രങ്ങളുടെ അന്ത്യം. സമ്പത്തും കഴിവുള്ളവരും പൂർണ്ണമായും ഈ സൈബർ ലോകത്തേക്ക് മാറിയാൽ പിന്നെ പരമ്പരാഗത സർക്കാരുകൾക്ക് എന്ത് സംഭവിക്കും? നികുതി നൽകാൻ ആളുകളില്ലാതെ വരുമ്പോൾ ഈ രാജ്യങ്ങൾ പാപ്പരാകുമെന്നും അതിജീവനത്തിനായി അവർ അക്രമങ്ങളെയും അധികാരത്തെയും ദുരുപയോഗം ചെയ്യുന്ന വെറും സ്ഥാപനങ്ങളായി മാറിയേക്കാമെന്നുമാണ് ഈ പുസ്തകം മുന്നറിയിപ്പ് നൽകുന്നത്. ഈ മാറ്റത്തിന്റെ കാലഘട്ടം വളരെ അരാജകത്വം നിറഞ്ഞതായിരിക്കുമത്രേ. വിഘടനവാദം, തീവ്ര ദേശീയവാദം, അതുപോലെ തന്നെ പുതിയ ഡിജിറ്റൽ എലൈറ്റുകൾക്കെതിരെയുള്ള തീവ്രവാദം എന്നിവയെല്ലാം നിറഞ്ഞ് വളരെ അപകടകരമായ ഒരു കാലഘട്ടമാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ യുഗത്തിൽ വ്യക്തികൾ ഇനി രാജ്യങ്ങളുടെ പൗരന്മാരായിരിക്കില്ല, മറിച്ച് തങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങളും സംരക്ഷണവുമൊക്കെ
മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ ചെറിയ സർക്കാരുകളിൽ നിന്നോ വില കൊടുത്തു വാങ്ങുന്ന വെറും ഉപഭോക്താക്കൾ മാത്രമായി മാറുമെന്നും ഇവർ വാദിക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഒരു തികഞ്ഞ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മാറ്റമായിട്ടാണെങ്കിലും അതല്ലെങ്കിൽ സാമൂഹിക ഘടനയുടെ ഒരു തകർച്ചയായിട്ടാണെങ്കിലും കണ്ടോട്ടെ, 1997 അവർ നടത്തിയ ഈ പ്രവചനങ്ങളുടെ കൃത്യത നമുക്കൊരിക്കലും നിഷേധിക്കാനാവാത്തൊന്നാണ്, അല്ലേ? കാരണം അത്രത്തോളം വ്യക്തമായിട്ടാണ് അവർ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഈ യാത്രയിൽ നാം കണ്ട ആ വലിയ സാങ്കേതികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതിരുകളില്ലാത്ത ഈ ഡിജിറ്റൽ ലോകത്ത് ഒരു സ്വതന്ത്രനായ സോവറിൻ ഇൻഡിവിജ്വൽ ആകാൻ നിങ്ങൾ തയ്യാറാണോ?